നെല്ല് സംഭരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള ചർച്ചകളാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സപ്ലൈകോയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി കഴിഞ്ഞ 1.5 മണിക്കൂർ നേരം നടന്നു. നിങ്ങളെല്ലാം അറിയുന്നത് പോലെ കേരളത്തിൽ കൃഷിക്കാർ ഉൽപ്പാദിപ്പിച്ച നെല്ല് അതിന്റെ ആദ്യ സീസൺ ആരംഭിച്ചുവെങ്കിലും നെല്ല് സംഭരിക്കാൻ മില്ലുടമകളുടെ സംഘടനകൾ നിസ്സഹകരണ നിലപാട് സ്വീകരിച്ച സാഹചര്യം, ആ സാഹചര്യത്തെ എങ്ങനെ മറികടക്കാം എന്നാണ് ഗവൺമെന്റ് ആലോചിച്ചത്. പഴയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ സീസണിലുമെല്ലാം സംഭരിച്ച നെല്ലിന് നൽകിയ സംഭരണവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ ഇനത്തിലുള്ള തുകകൾ നല്ല തോതിലുള്ള വർധനവ് വരുത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ നെല്ല് സംഭരണത്തിൽ സഹകരിക്കാൻ സംഘടനകളോട് അഭ്യർത്ഥിച്ചത്. എന്നാൽ തയ്യാറാകാത്ത സാഹചര്യത്തിൽ മില്ല് ഉടമകളുമായി സപ്ലൈകോ കഴിഞ്ഞ ആഴ്ച നടത്തിയ ചർച്ചയിൽ 4 മില്ലുകൾ നെല്ല് സംഭരിക്കാൻ തയ്യാറായി രംഗത്ത് വന്നു. 2432 മെട്രിക് ടൺ നെല്ല് ഇന്നലെയും മെനഞ്ഞാന്നുമായി കഴിഞ്ഞ 3 ദിവസമായി സംഭരിച്ചു. ഇന്നും ആ സംഭരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട്, തൃശൂർ, കോട്ടയം, ആലപ്പുഴ 4 ജില്ലകളിൽ നിന്ന് കൃഷിക്കാരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2 മില്ലുകൾ കൂടി കരാറിൽ ഒപ്പിടാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. എന്തായാലും 6 മില്ലുകൾ കൊണ്ട് പരിപൂർണമായി നെല്ല് സംഭരിക്കാൻ സാധിക്കില്ല. കാരണം അടുത്ത ആഴ്ചയിലാണ് കുട്ടനാടടക്കം നെല്ലിന്റെ കൊയ്ത്ത് കൂടുതൽ ആരംഭിക്കുന്നത്. ഇന്നിപ്പോൾ കൊയ്തു വന്ന നെല്ല് പൂർണ്ണമായി സംഭരിക്കാൻ ഉള്ള പ്രാപ്തി ഈ 6 മില്ലുകളിലൂടെ നമുക്ക് കഴിയും. പക്ഷേ അടുത്ത ആഴ്ചയും അതിനടുത്ത ആഴ്ചകളിലും നവംബർ മാസവും ഡിസംബർ മാസവുമാണ് ഏറ്റവും കൂടുതൽ കൊയ്ത്ത്, നെല്ല് ഉൽപാദനത്തിന്റെ വലിയ തോതിലുള്ള കൊയ്ത്ത് നടന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അത് കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റ് ഒരു ബദൽ സംവിധാനം രൂപപ്പെടുത്താനാണ് ആലോചിച്ചത്. ആ ചർച്ചകൾ പൂർത്തിയായി. നമുക്ക് കൂടുതലായി വരുന്ന സംഭരണത്തിന്റെ പ്രവർത്തനങ്ങളിൽ അടുത്ത ആഴ്ച ചൊവ്വാഴ്ച മുതൽ FCIയുമായി സഹകരിച്ച് കർഷകന്റെ നെല്ലെടുക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. FCI പൂർണ്ണമായും നെല്ല് സംഭരിക്കും. സെൻട്രൽ വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ നെല്ല് സൂക്ഷിക്കും. ആ നെല്ല് സൂക്ഷിച്ച് അതിന്റെ പ്രോസസ്സിംഗിന്റെ മറ്റ് നടപടികളിലേക്ക് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകാനും തീരുമാനിച്ചിട്ടുണ്ട്. കർഷകനെ സംബന്ധിച്ച് അവരുൽപ്പാദിപ്പിച്ച നെല്ല് സംഭരിക്കുന്ന മുറയ്ക്ക് തന്നെ ഇന്നുവരെ സംഭരിച്ചതിന്റെ പണം തിങ്കളാഴ്ച മുതൽ കൊടുത്തു തുടങ്ങും. സംഭരിക്കുന്ന മുറയ്ക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത്തവണ കർഷകരിൽ നിന്ന് എടുക്കുന്ന, അത് FCI എടുക്കുന്ന നെല്ല് ഉൾപ്പെടെ പൂർണ്ണമായും അവർക്ക് ഒരാഴ്ച കഴിയുമ്പോൾ നെല്ലിന്റെ വില ഗവൺമെന്റ് ഇപ്പോൾ നിശ്ചയിച്ച 30 രൂപ നിരക്കിൽ നൽകാനുള്ള നടപടികൾ, TRS വായ്പയുടെ നടപടികൾ സപ്ലൈകോ ഇന്നലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ കർഷകന് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദുരിതം നമുക്ക് അകറ്റുവാൻ കഴിയും. 2 കുട്ടനാട് ഭാഗത്തെയും ആലപ്പുഴ ജില്ലയിലെയും നെല്ലിന്റെയാണ് പതിരിന്റെ കണക്ക് പറഞ്ഞുകൊണ്ട് കിഴിവ് കൂടുതൽ ഇത്തരം മില്ലുകൾ എടുക്കുന്നത്. അത് ശാസ്ത്രീയമായ പരിശോധനയിലൂടെ കർഷകന് പ്രയാസം, ഇന്നലെ വരെ ഉണ്ടായിരുന്ന പ്രയാസം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. നാളെ പാലക്കാട് ജില്ലയിലെ 2 മന്ത്രിമാർ, ബഹുമാന്യരായ കൃഷ്ണൻകുട്ടി ചേട്ടനും MP രാജേഷും, കൂടാതെ സഹകരണ മന്ത്രി ശ്രീ PN വാസവനും പാലക്കാട് ജില്ലയിലെ കർഷകരുമായും അതുപോലെ സഹകരണ പ്രസ്ഥാനങ്ങളുമായി ആലോചിച്ച് അവിടെ
സഹകരണ പ്രസ്ഥാനത്തിലൂടെ സംഭരിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് ആരായി. ആവശ്യമാണെങ്കിൽ അതിന് പ്രാപ്തമാകുന്ന സഹകരണ സംഘങ്ങളെ നെല്ല് സംഭരണത്തിൽ സഹകരിപ്പിക്കേണ്ട കാര്യം തീരുമാനമെടുക്കുമെന്ന് കഴിഞ്ഞ ക്യാബിനറ്റ് തന്നെ ആലോചിക്കുകയുണ്ടായി. അത്തരത്തിൽ ഈ സീസണിലും ഈ വരുന്ന നാളുകളിലും കേരളത്തിലെ കൃഷിക്കാർ, നെല്ലുൽപാദകരായിട്ടുള്ള കർഷക സമൂഹം അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങൾ പരമാവധി അകറ്റുവാനും സമയബന്ധിതമായി അവർക്ക് നെല്ലിന്റെ പണം കൊടുക്കുവാനുമുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്നുള്ള സന്തോഷകരമായ വാർത്ത കൃഷിക്കാരറിയാൻ ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്.